മോഡിൽ ഫ്ലാറ്റ് ബുഷ് കൂട്ടായ്മ. ഇക്കുറി ഡബിളായിരുന്നു ആഘോഷം. ഓക്ലാൻഡിലെ ഫ്ലാറ്റ് ബുഷ് കൂട്ടായ്മയുടെ ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചു. കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത ഒരു നാടിനെ സ്വപ്നം കണ്ട് പൂക്കളവും ഊഞ്ഞാലും മനസ്സിൽ തീർത്ത് പ്രവാസി മലയാളികളും ഓണം ആഘോഷിക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന ചൊല്ലിനെ അനർത്ഥമാക്കിക്കൊണ്ട് ഓക്ലാൻഡിലെ ഫ്ലാറ്റ് ബുഷ് വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ സഹപ്രവർത്തകരും ന്യൂസിലാൻഡിലെ ഈ കടൽനക്കരെ ഓണം ആഘോഷിച്ചപ്പോൾ ഇന്ന് ഓരോ മലയാളി കൂടിച്ചേരലുകളും ഓരോ ചെറു കേരളങ്ങളെ തീർക്കുന്നു. 2025 ഓഗസ്റ്റ് 30 വൈറ്റ് ഫോർട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ, കൾച്ചറൽ ഇവന്റ് പ്രോഗ്രാം, തിരുവാതിര, ഓണക്കളികൾ, വടംവലി മുതലായ വിവിധ പരിപാടികളാണ് നടന്നത്. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ടായിരുന്നു. കോർഡിനേറ്റേഴ്സായ വിനോദ്, ടിനു, ജെയിംസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഏറെ ദൂരം മറ്റ് ഏത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഏറ്റവും ദൂരക്കൂടുതലുള്ള ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. ഇവിടെ മലയാളികൾ ഒത്തുചേരുമ്പോൾ ആ ഒരു കേരളത്തിൻ്റെ മലയാള മണ്ണിൻ്റെ ഒരു സുഗന്ധം അത് ഇവിടെ പ്രതിഫലിക്കുകയാണ്. എനിക്കറിയാം, വരുന്ന കുറച്ച് തലമുറകൾ കഴിയുമ്പോൾ ആ തലമുറയിലെ മക്കൾ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും പറയുക, ഞങ്ങളുടെയൊക്കെ പൂർവികർ ജനിച്ച നാടാണ് ഇന്ത്യ, അവിടെ മലയാളം സംസാരിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് ഓണം എന്നൊരു വലിയ ആഘോഷം, ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ കാണുന്ന മുതിർന്നവര് കേരളത്തിൽ ജനിച്ചവരും അവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിദേശത്തേക്ക് കടന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത ഘട്ടം, പിന്നെ ജോലി, പിന്നെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് വിദേശ രാജ്യങ്ങൾ. അവരുടെ ഇപ്പോൾ ഉള്ള തലമുറ അവരോടൊപ്പം മാതാപിതാക്കളെ കാണാനും ജനിച്ച മണ്ണിലേക്ക് വരുമ്പോൾ അവരോടൊപ്പം വരുന്ന കുഞ്ഞുമക്കൾ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ നാട് കാണുന്നുണ്ട്. ഇവരുടെ അടുത്ത തലമുറ അത്രയും കൂടി ഉണ്ടാവില്ല, അകന്നകന്നു പോവുകയാണ്. മലയാളവും ഓണവും കേരളവും എല്ലാം അന്യം നിന്ന് പോകുന്ന ആ ഘട്ടങ്ങളിൽ ഇത്തരം സമൂഹം വിദേശ രാജ്യങ്ങളിൽ ഒത്തുകൂടുമ്പോൾ പൂർണ്ണമായി അത് അന്യം നിന്ന് പോകാതിരിക്കാൻ തലമുറകളായി അത് കൈമാറി പോകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അടുത്ത വർഷം ഇതിനേക്കാൾ മനോഹരമായി ഓടിയാൽ ഓണം ആഘോഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചു. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.